ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിഗേഷൻസ് ആണ്. ഡെലിഗേഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിഗേഷൻസ് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ഡെലിഗേഷൻ ബൈ റിസൾട്ട് എക്സ്പെക്റ്റഡ്. അതായത് നമ്മൾക്ക് ഡെലിഗേഷൻ ഓഫ് അത് ഷുഡ് ബി ബേസ്ഡ് ഓൺ റിസൾട്ട് എക്സ്പെക്റ്റഡ്. നമ്മൾ ഒരു സാധനം കൊടുക്കുകയാണ്, ഒരു എന്തെങ്കിലും ഒബ്ജക്റ്റീവ്സ് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും വർക്ക് കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പോൾ ഒരാൾക്ക് മറ്റൊരാൾക്ക് ഒരു വർക്ക് കൊടുക്കുമ്പോൾ അത് നന്നായി കിട്ടും എന്നൊരു പ്രതീക്ഷിച്ചിട്ടാണല്ലോ കൊടുക്കുക. അപ്പോൾ അതാണ് റിസൾട്ട് എക്സ്പെക്റ്റഡ് എന്ന്. This must be sufficient authority to achieve desired result. Lack of authority will result in non-accomplishment of desired result. നമ്മൾ അതോറിറ്റി കൊടുക്കണം, അതിന് ചെയ്യാനുള്ള മുഴുവനുള്ള അധികാരം കൊടുത്താൽ മാത്രമാണ് നമുക്ക് പറയുന്ന രീതിയിലേക്കുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഇനി നമ്മൾ നേരെ മറിച്ച് അധികാരം കാര്യങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. ഇപ്പോൾ ഒരു പോലീസിന് ഒരു അധികാരം കൊടുക്കുകയാണ്, ഒരു കള്ളനെ പിടിക്കാനുള്ള അധികാരം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര പക്ക ക്രിമിനൽസ് ആണെങ്കിൽ സ്പോട്ടിൽ ഷൂട്ട് ചെയ്യാനുള്ള അധികാരം കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവർക്ക് അവരുടെ ഡ്യൂട്ടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവും, അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കില്ല. അത് തന്നെയാണ് എന്താണ് പ്രിൻസിപ്പൽ ഡെലിഗേഷൻ ബൈ റിസൾട്ട് എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞത്. ദിസ് പാർട്ട് ബിറ്റ്വീൻ ദ റിസൾട്ട് എക്സ്പെക്റ്റഡ് ആൻഡ് അതോറിറ്റി റിക്വയർഡ്. പാരിറ്റി എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്ത് പോവാം. നമ്മൾ എന്താണ് ചെയ്യണത്, ആ കാര്യങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ അത് ബാലൻസ് ചെയ്തിട്ട് പോകണം. അത് അതോറിറ്റി ആയാലും അതേപോലെ തന്നെ എന്തായാലും നമ്മൾ കിട്ടുന്ന അത് തിരിച്ചും കൊടുക്കണം. ഇനി പ്രിൻസിപ്പിൾ ഓഫ് അബ്സല്യൂട്ടൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് നമ്മളിപ്പോൾ ഈ അധികാരം കൊടുക്കുന്ന ഈ റെസ്പോൺസിബിലിറ്റി ഓഫ് സബർഡിനേറ്റ് ഷുഡ് ബി അബ്സല്യൂട്ട് ടു ഈസ് സുപ്പീരിയർ. അതായത് ഇപ്പം നമ്മളുടെ ഹെഡ് നമുക്കൊരു വർക്ക് തരികയാണെങ്കിൽ ആ വ്യക്തിയോട് നമ്മളെപ്പോഴും എന്താണ് റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കണം അല്ലേ. റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യണം. ദ റെസ്പോൺസിബിലിറ്റി സുപ്പീരിയർ ഡസ് നോട്ട് ഡിക്രീസ് വൺസ് ഹി ഡെലിഗേറ്റ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അധികാരം കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിലും അദ്ദേഹത്തിനും സുപ്പീരിയർ അദ്ദേഹത്തിന് അധികാരം കൊടുക്കുകയാണെങ്കിൽ പോലും എന്താ പറയുക, അദ്ദേഹത്തിനോട് എപ്പോഴും എന്താണ് ആ റെസ്പോൺസിബിൾ ആവണം. അതുപോലെ അദ്ദേഹത്തിന് ഒരിക്കലും എന്താ പറയുക, അതായത് അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റ് ആറ്റ് നോട്ട് റെസ്പോൺസിബിലിറ്റി. അധികാരം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ റെസ്പോൺസിബിലിറ്റി ഒരിക്കലും കൊടുത്തു എന്ന് വെച്ചിട്ട് അയാളുടെ ഫുൾ ബാധ്യത കഴിയുന്നില്ല. അതാ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി ഒരിക്കലും ഒരാൾക്ക് കൊടുക്കാനും പറ്റില്ല. എപ്പോഴും അദ്ദേഹം എന്താണ് റെസ്പോൺസിബിൾ പേഴ്സൺ തന്നെയാണ് ആയിരിക്കണം. അതേപോലെ തന്നെ ദ സുപ്പീരിയർ വിൽ റിമെയിൻ അക്കൗണ്ടബിൾ ഫോർ ദ വർക്ക് ഈവൻ ഡെലിഗേറ്റഡ് ടു സബോർഡിനേറ്റ്. ദസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സബോർഡിനേറ്റ് റിമെയിൻസ് അബ്സല്യൂട്ട്. എപ്പോഴും എന്താ പറയുക, അദ്ദേഹം എപ്പോഴും എന്താണ് ഡെലിഗേറ്റ് ചെയ്തു എന്ന് വെച്ചിട്ടും ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് പൂർണ്ണമായ ഉത്തരവാദിത്തം, സുപ്പീരിയറിന് എപ്പോഴും പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം. അതേപോലെ തന്നെ സബോർഡിനേറ്റ്സ്, അവരുടെ കീഴിലുള്ള വ്യക്തികൾക്കും അവരോടും തിരിച്ചും ഉണ്ടാവുക തന്നെയാണ് വേണ്ടത്. അതാണ് ദ പ്രിൻസിപ്പിൾ അബ്സല്യൂട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് അതോറിറ്റി ഷുഡ് ബി commensurate with responsibility. There should be a balance between two. Responsibility may be a logical relation with authority delegated. അതായത് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒരേപോലെ ബാലൻസ് ചെയ്തിട്ട് തന്നെയാണ്. അതായത് പാർട്ടി എന്ന് പറഞ്ഞത് ബാലൻസ് ചെയ്തിട്ട് തന്നെ പോകണം അല്ലേ. അത് ഒരു ആൾക്ക് അധികാരം കൊടുക്കുകയും വേണം, അയാൾ ചെയ്യേണ്ട കടമകൾ കൃത്യമായിട്ട് തിരിച്ച് ചെയ്യും വേണം. അതാണ് പറയുന്നത്. അതോറിറ്റി ലെവൽ പ്രിൻസിപ്പിൾ. ദ പ്രിൻസിപ്പിൾ സജസ്റ്റ് ദ മാനേജർ ഷുഡ് എക്സസൈസ് അതോറിറ്റി ടു ടേക്ക് ഡിസിഷൻ വിത്തിൻ ഇറ്റ്സ് ലിമിറ്റ്. In other words, before taking decision, he should be ensured that due to authority at his level. Similarly, the manager who delegates authority should also allow his subordinate to exercise the authority while taking decisions. ഇപ്പോൾ ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അദ്ദേഹം നന്നായി ശ്രദ്ധിക്കണം. അദ്ദേഹം ഏത് ലെവലിൽ ഇരിക്കണേ എന്ന് അദ്ദേഹം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ സുപ്പീരിയർ തരുമ്പോൾ അത് ആ ഡിസിഷൻ നിങ്ങൾ എടുത്തോ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം നൽകിയാൽ മാത്രമാണ് ഇതിൽ ഡിസിഷൻസ് എടുക്കാൻ പാടുള്ളൂ. അതാണ് അതോറിറ്റി ലെവൽ ഡിസിഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദ മാനേജർ ഷുഡ് ഡെലിഗേറ്റ് അതോറിറ്റി ഷുഡ് ബി അലൗസ് ഹിസ് സബോർഡിനേറ്റ് ടു എക്സസൈസ് ദ അതോറിറ്റി. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് പ്രിൻസിപ്പിൾ ഓഫ് ഫങ്ഷണൽ ഡെഫിനിഷൻ. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഫങ്ഷണൽ ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ
According to his principle, every shall be well-defined job description. The subordinate will delegate authority can perform job only if properly defined and described. അതായത് കറക്റ്റായിട്ട് എന്താ പറയുക ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. എന്താണോ അദ്ദേഹം ചെയ്യേണ്ട വർക്ക് എന്ന് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഡിഫൈൻ ചെയ്ത് കൊടുത്താണ്. എന്നാലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാലേ അവർക്ക് കാര്യം മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഫങ്ഷണൽ ഡെഫിനിഷൻ. എന്താണോ സുപ്പീരിയർ സബോർഡിനേറ്റ് കൊടുക്കണത് ആ കാര്യം കൃത്യമായിട്ട് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫങ്ഷണൽ ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കാലർ പ്രിൻസിപ്പിൾ, അതായത് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ദർ ഈസ് ക്ലിയർ ലൈൻ ഓഫ് ഫ്ലോ ഓഫ് അതോറിറ്റി ഫ്രം ടോപ്പ് ടു ബോട്ടം. അതായത് മേലെ നിന്ന് അതായത് ടോപ്പ് ലെവൽ ടു ബോട്ടം ലെവലുള്ള കാര്യം, ആ ലെവൽസ് വരുന്ന കാര്യം കൃത്യമായിട്ട് സബോർഡിനേറ്റ്സിന് അറിയും വേണം. അതേപോലെ തന്നെ ഷുഡ് അവെയർ ദ ലൈൻ ഓഫ് അതോറിറ്റി ആൻഡ് ഷുഡ് നോ ടു ഡെലിഗേറ്റ് അതോറിറ്റി ടു. ആർക്കാണോ അധികാരം കൊടുക്കേണ്ട കാര്യങ്ങളും ആ കാര്യങ്ങളും അതേപോലെ തന്നെ ലൈൻ ഓഫ് അതോറിറ്റി, അതായത് ഏതാണ് ലൈൻ ഓഫ് അതോറിറ്റി എന്നുള്ള കാര്യങ്ങളും അവർ അറിയണം. ആർക്കാണോ ജോലി കൊടുക്കണം അതേപോലെ ലൈൻ കാര്യങ്ങൾ, അതായത് അതോറിറ്റിയുടെ ആ കാര്യം കൃത്യമായിട്ട് അവർ അറിയണം. അതാണ് ക്ലിയർ ഫ്ലോ, മനസ്സിലാക്കണം. ഇറ്റ് ഷുഡ് ബി ഹൂം ടു ഡെലിഗേറ്റ് അതോറിറ്റി ടു ഹൂം. ആർക്കാണോ തിരിച്ച് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൊടുക്കേണ്ട കാര്യം എന്നത് കൃത്യമായിട്ട് അവിടുത്തെ സബോർഡിനേറ്റ്സിന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഡെലിഗേഷൻ. ഇതാണ് നമ്മൾ ഡെലിഗേഷനെ കൊണ്ട് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോണത് ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ. അതായത് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയൊക്കെ പല ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം കുറേ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക, സ്മോൾ യൂണിറ്റായിട്ട് വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഗ്രൂപ്പാക്കി തിരിക്കുന്നതിന് പറയുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ്. എന്നിട്ട് എന്താ ചെയ്യുക അവരെ, എന്നിട്ട് അതൊരു ബിഗ് യൂണിറ്റ്, അതായത് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് തിരിക്കും. ഇപ്പോൾ ഒരു കോളേജ് ആണെങ്കിൽ കുറേ കുട്ടികളുണ്ട്. കുറേ കുട്ടികളെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഓരോ കുട്ടികളായിട്ട് തരംതിരിക്കും അല്ലേ. ഇപ്പോൾ +2 കൊമേഴ്സ് പഠിച്ച കുട്ടികളാണെങ്കിൽ എക്സാമ്പിളാണ് പറയണം കേട്ടോ. കൊമേഴ്സ് പഠിച്ച് അപ്പോൾ അവരെ കൊമേഴ്സ് പഠിച്ച് +2 കൊമേഴ്സ് ആണെങ്കിൽ അവർ BCom അല്ലെങ്കിൽ BBA സെക്ഷനിലേക്ക് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സയൻസ് പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ ഒന്നെങ്കിൽ BSc കെമിസ്ട്രിയോ ഫിസിക്സോ എക്സെട്ര അതിലേക്ക് മാറുന്നു. അങ്ങനെ കുറേ വർക്കേഴ്സിനെ ഓരോ ഡിവൈഡ് ചെയ്ത് അവർക്ക് എന്താണ് സ്പെഷ്യലൈസ്, അവരുടെ എന്താ വർക്കിന് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു ബിഗ് യൂണിറ്റ് ആക്കി മാറ്റുന്നതിന് പറയുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഡിഫൈൻഡ് പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റി ഇൻ യൂണിറ്റ് ആൻഡ് സബ് യൂണിറ്റ് ഫോർ പർപ്പസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ചിലപ്പോൾ യൂണിറ്റ് മേ ബി ഡിവിഷൻ, യൂണിറ്റ്, ബ്രാഞ്ച്, സെക്ഷൻ എക്സെട്ര. ഡിപ്പാർട്ട്മെൻറ്റ് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ് മാനേജർ ഓർ ഗ്രൂപ്പ് ദയർ ആൻഡ് ആക്ടിവിറ്റി ഇൻ ടു മേജർ ഡിവിഷൻസ്. ഇവരുടെ മെയിനായിട്ട് ടോപ്പ് ലെവൽ മാനേജേഴ്സോ അതല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സൊക്കെ ആയിരിക്കും ഈ ഗ്രൂപ്പിങ് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ മേജർ ഡിവിഷൻസ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുക. അതേപോലെ നമ്മൾ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്കതിൽ പറയാം production department, sales, finance, etc. They are reported to chief executive. The senior executive assign duty to the juniors. Senior executive of organization administer their divisions and they report to chief executive. Senior executives ആണ് അവരുടെ ഓർഗനൈസേഷൻ ഡിവിഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻസൊക്കെ കാര്യം ചെയ്യുക. ആ കാര്യങ്ങൾ നമ്മൾ സീനിയർ എക്സിക്യൂട്ടീവ്സ് ആർക്കാണ്, ചീഫ് എക്സിക്യൂട്ടീവിന് റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ദ സീനിയർ അഡ്മിനിസ്ട്രേഷൻസ് ആണ് അവരുടെ ഡ്യൂട്ടീസും അത് ജൂനിയേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനൊരു പ്രീസ് ആൻഡ് റോബിൻസൺ എന്ന് പറഞ്ഞ വ്യക്തി ഡിപ്പാർട്ട്മെൻറ്റേഷനെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഈസ് എ ഗ്രൂപ്പിംഗ് ഓഫ് ജോബ്. എന്താണ് ജോബുകൾ, വർക്കുകൾ, ജോലികൾ ഗ്രൂപ്പ് ചെയ്യുക, അത് പ്രോസസ്സ് ചെയ്യുക ആൻഡ് റിസോഴ്സ് ഇൻ ടു ലോജിക്കൽ യൂണിറ്റ് ടു പെർഫോം സം ഓർഗനൈസേഷൻ ടാസ്ക്. എന്തിനു വേണ്ടിയിട്ടാണ് റിസോഴ്സ് ടു ലോജിക്കൽ യൂണിറ്റ് ടു പെർഫോം ഓർഗനൈസേഷൻ ടാസ്ക്. ഓർഗനൈസേഷനിൽ നൽകിയ ടാസ്കുകൾ അല്ലെങ്കിൽ അവർ തന്നിരിക്കുന്ന ജോലി അല്ലെങ്കിൽ അവർ തന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ
എന്താ ചെയ്യേണ്ടത്, കൂട്ടി യോജിപ്പിക്കുന്ന ഇതാണ് എന്തെന്ന് പറഞ്ഞത് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറഞ്ഞത്. ഡിപ്പാർട്ട്മെൻറ്റേജ് 3 സ്റ്റേജസ് ഉണ്ട്: പ്രൈമറി, ഇൻ്റർമീഡിയറ്റ്, അൾട്ടിമേറ്റ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. അതിൽ പ്രൈമറി ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഇനീഷ്യൽ ബ്രേക്കപ്പ് ഓഫ് ഫങ്ഷൻ ഇൻ ടു ഡിഫറെൻറ്റ് ആക്ടിവിറ്റി. ഫസ്റ്റത്തെ സ്റ്റേജിനെ പറയുന്നതാണ് പ്രൈമറി ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറഞ്ഞത്. അതായത് ആദ്യം ബ്രേക്ക് ചെയ്യണത്, അതായത് ഓരോ സെക്ഷനായിട്ട് മാറ്റണത്. ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത് മിഡിൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഇറ്റ് ക്രിയേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ മിഡിൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞത് ഡിവിഷൻ ഓഫ് ആക്ടിവിറ്റി ഇൻ ടു സെപ്പറേറ്റ് യൂണിറ്റ് അറ്റ് ലോവർ ലെവൽസ്. ആദ്യത്തേത് ആക്ടിവിറ്റീസിന് ബ്രേക്ക് ചെയ്യുക. സെക്കൻഡ് എന്ന് പറഞ്ഞത് മിഡിൽ ലെവലായിട്ടുള്ള ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ ഗ്രൂപ്പ് ചെയ്യുക. അൾട്ടിമേറ്റ് ആണ് ലോവർ ലെവൽസ്. ആ ലോവർ ലെവൽസ് എംപ്ലോയീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഇതാണ് അൾട്ടിമേറ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. അങ്ങനെ 3 സ്റ്റേജസ് തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് എന്തെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് ഡിഫൈൻ ചെയ്തേക്കണ എല്ലാ ആക്ടിവിറ്റീനെയും ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് എന്താ പറയുക സെപ്പറേറ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്തെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ആണ്. ഇതാണ് ഫോളോയിങ്: ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ, പ്രോഡക്റ്റ് വൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ടെറിട്ടറിയൽ ജിയോഗ്രഫി, കസ്റ്റമർ വൈസ്, പ്രോസസ് ഓഫ് എക്യുപ്മെൻറ്റ് വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ, കമ്പൈൻ ഓർ കമ്പോസിറ്റ് ഫോംസ് ഓഫ് ലിവിങ്. ഇങ്ങനത്തെ 6 രീതിയിലുള്ള മെത്തേഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ആണ് എന്ന് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ആണ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷനിൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്, അതായത് ഗ്രൂപ്പ് ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്തെന്ന് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ സച്ച് ആസ് പ്രൊഡക്ഷൻ ആവാം, സെയിൽസ് ആവാം, ഫിനാൻസ് ആവാം, പേഴ്സണൽ ആവാം, എക്സെട്ര. അങ്ങനെ ഓരോ ഫങ്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ പറയുന്നതാണ്. അങ്ങനെ ഓരോ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ഇൻ ഓർഗനൈസേഷൻ സച്ച് ആസ് പ്രൊഡക്ഷൻ, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തരം തിരിക്കുന്നതിനെ പറയുന്നതാണ് എന്തെന്നാണത് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർ ചാർജ് ഓഫ് സ്പെഷ്യലിസ്റ്റ്. ഈ ചാർജ് കാര്യങ്ങളൊക്കെ സ്പെഷ്യലിസ്റ്റിൻ്റെ കയ്യിലായിരിക്കും. സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൊഡക്ഷൻ ആകുമ്പോൾ പ്രൊഡക്ഷൻ്റെ, മാർക്കറ്റിംഗ് ആകുമ്പോൾ MBA എടുത്ത ആളിൽ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് രീതിയിലായിരിക്കും. അപ്പം അങ്ങനെയാണ് എന്തെന്നാണത് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷനിൽ സ്പെഷ്യലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ഗ്രോത്ത് ദ ഓർഗനൈസ് ദ പ്രൈമറി ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് പ്രൈമറി ഡിപ്പാർട്ട്മെൻറ്റ്, സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ദ ആക്ച്വൽ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ വിച്ച് എൻ്റർപ്രൈസ് ക്യാൻ ബി ഡിവൈഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് നേച്ചർ. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ബിഗോ സ്മോളോ അതനുസരിച്ചിട്ടായിരിക്കും ഓരോ ഓർഗനൈസേഷനിൽ ഓരോ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്യാണ്ടാവുക. ഇപ്പോൾ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ ചില ഓർഗനൈസേഷനിൽ ചിലപ്പോൾ പ്രൊഡക്ഷനും ഫിനാൻസും മാർക്കറ്റിങ്ങും മാത്രമേ ഉണ്ടാവുള്ളൂ, HR ഉണ്ടാവില്ല. ചിലപ്പോൾ അത് HRും കൂടി അഡീഷണൽ. അങ്ങനെ ഓരോ സൈസ് ഓർഗനൈസേഷൻ്റെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും എന്തെന്ന് പറയുന്നത് അല്ല ഫങ്ഷൻ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് ദ ഗ്രോത്ത് ഓഫ് ബിസിനസ് മോർ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സബ് ഡിപ്പാർട്ട്മെൻറ്റ് മേ ബി ക്രിയേറ്റഡ്. ഓരോ ഓർഗനൈസേഷൻ്റെ സൈസ്, അതായത് ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് അനുസരിച്ചിരിക്കും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വലുതാക്കലും ചെറുതാക്കണതൊക്കെ ഉണ്ടാവാതെ. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മെറിറ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ, അതായത് എക്സ്പേർട്ടുകൾ ഉണ്ടാവും. ഓരോത്തിനും ഓരോ ഇപ്പോൾ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആകുമ്പോൾ MBA മാർക്കറ്റിംഗ് കഴിഞ്ഞ വ്യക്തികളായിരിക്കും. അങ്ങനെ ഓരോത്തിനും സ്പെഷ്യലിസ്റ്റുകളുണ്ടാവും. സ്പെഷ്യലൈസേഷൻ ആയതുകൊണ്ട് അവർക്ക് അതിനെപ്പറ്റി നല്ല നോളേജ് ഉണ്ടാവും. സോ അതുകൊണ്ട് ആ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റാൻഡേർഡ് ആവും. പിന്നെ ഹയർ എഫിഷ്യൻസി, അതായത് എക്സ്പേർട്ടിനൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉണ്ടാവുക, അവരുടെ മെയിൻറ്റെയിൻ ചെയ്യണത് വർക്ക് കാര്യങ്ങളൊക്കെ എന്താണ് നല്ല ഹൈ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. പിന്നെ ഇറ്റ് ഈസ് സിമ്പിൾ ടു ഈസി ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അതുപോലെ അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയ വ്യക്തികളായതുകൊണ്ട് അവർക്ക് കാര്യം പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇതിൽ സ്പെഷ്യലൈസേഷൻ ആയതുകൊണ്ട് മാനേജേഴ്സിന് വർക്ക് ലോഡ് എന്താണ് പൊതുവെ കുറവായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഈസ് ഫ്ലെക്സിബിൾ ആണ്.
എന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ സ്പെഷ്യലൈസേഷനും സ്റ്റാൻഡേർഡൈസേഷനും ആയതുകൊണ്ട് പ്രൊഡക്ഷൻ കാര്യങ്ങൾ കൂടാനും ചാൻസ് ഉണ്ട്. ഇതാണ് എന്തെന്ന് പറയുന്നത് ഇതിന് മെറിറ്റ് എന്നാണ്. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫങ്ഷണൽ ഇറ്റ് മേ ഡിഫിക്കൽട്ട് ടു കോർഡിനേറ്റ്. അതായത് കുറേ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അത് ഒന്നിച്ച് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടാവും. ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് അത് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ദർ ആർ നമ്പർ ഓഫ് സ്പെഷ്യലിസ്റ്റ് ഇൻ ഈക്വൽ റാങ്ക് ഇറ്റ് വിൽ കോസ് കോൺഫ്ലിക്ട്സ്. അതായത് സെയിം ഇപ്പോൾ MBA മാർക്കറ്റിങ്ങിൽ ചിലപ്പോൾ MBA തന്നെ അങ്ങനെ 2 പേരും 3 പേരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർ ഓരോ റാങ്ക് ഇടുമ്പോൾ അവരുടെ ഇടയിൽ ഈഗോ അല്ലെങ്കിൽ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ് a functional attempt to create own boundaries and he thinks about his department, thinks about the whole business. അതായത് ഇപ്പോൾ എപ്പോഴും ഇപ്പോൾ പ്രൊഡക്ഷനാണെങ്കിൽ ഞങ്ങൾ മികച്ചത് നിൽക്കണം, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞാൻ മികച്ചത് നിൽക്കണം എന്നൊരു തോന്നൽ വരില്ലേ? അപ്പോൾ എന്താ ഉണ്ടാവുക? മറ്റ് ഓർഗനൈസേഷനിൽ മെച്ചുണ്ടാവുമെങ്കിലും കൂടുതൽ അവർക്ക് ഒരു ഇത് തോന്നും, ഞങ്ങളെ മെച്ചപ്പെട്ട് നിൽക്കണം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമാണെന്ന് അവർക്കൊരു തോന്നൽ വരില്ലേ? അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് വയലേറ്റ് ദി പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ യൂണിറ്റി ഓഫ് കമാൻഡ് ഇപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇട്ട് ചിലപ്പോൾ അവരുടെ ഇൻസ്ട്രക്ഷൻ ചിലപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അങ്ങനെ പല രീതിയിൽ നിന്നും സജഷൻസ് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്താ ഉണ്ടാവുക? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞ ഒരു കാര്യം വയലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർക്ക് പല സ്ഥലത്തു നിന്നും ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ സ്വീകരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഫങ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റേഷൻ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ്, മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലടിയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി പ്രോഡക്റ്റ് വൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഓഫ് ബൈ പ്രോഡക്ട്സ് ഓർ സർവീസസ് അങ്ങനെയും പറയും. അതായത് നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഒരു സെക്ഷൻ കോസ്മെറ്റിക്സിൻ്റെ സെക്ഷൻ കാണാം, അതല്ലെങ്കിൽ ഒരു സെക്ഷൻ ഗ്രോസറിയുടെ സെക്ഷൻസ്, അല്ലെങ്കിൽ ഒരു മീറ്റിൻ്റെ സെക്ഷൻ, അങ്ങനെയൊക്കെ സെപ്പറേറ്റ് സെക്ഷൻസ് ആയിട്ട് തന്നെ കാണാറില്ലേ? ഇതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം ഓരോ പ്രൊഡക്ട്സിനെയും തമ്മിൽ സെക്ഷനാക്കി വെക്കുന്നതിന് പറയണതാണ് എന്തെന്ന് പറഞ്ഞത് പ്രൊഡക്റ്റ് വൈസ് ഡിപ്പാർട്ട്മെൻറ്റ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എക്സാമ്പിൾ, ഇത് മെയിൻലായിട്ട് വലിയ കമ്പനീസാണ് കൂടുതലും യൂസ് ചെയ്യുക. ദി ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റി ഓൺ ദ ബേസിസ് ഓഫ് പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ബേസിസിൽ ഒരു പ്രൊഡക്റ്റിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെ പറയണതാണ് എന്തെന്നാണത് പ്രൊഡക്റ്റ് വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്നാണത്. പ്രോഡക്റ്റ് ഈസ് വെരി പോപ്പുലർ വിത്ത് ലാർജ് ഓർഗനൈസ് ഹാവിങ് ഡിസ്റ്റൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ്. ഇപ്പോൾ അതായത് ഇത് മെയിൻലി പോപ്പുലർ ആവുന്നത് ലാർജ് സ്കെയിൽ ബിസിനസ് അവർക്കാണ് കൂടുതലും ഇത് കൂടുതൽ സ്യൂട്ട് ആവുന്നത്. all related types of product are put together under the direction of production manager. അതായത് എല്ലാ ആക്ടിവിറ്റിയും, അതായത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എല്ലാ ആക്ടിവിറ്റീസും എന്താ ചെയ്യുന്നത് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർ ഡയറക്ഷൻ പ്രൊഡക്റ്റ് മാനേജറിൻ്റെ ഇതിൽ എല്ലാ ആക്ടിവിറ്റീസും കൂടി യോജിപ്പിക്കുന്നു. ഓട്ടോമൊബൈൽ കമ്പനി ആണ് ഇതിന് മെയിൻ എക്സാമ്പിൾ. ഓട്ടോമൊബൈൽ കമ്പനീസാണ് ഇതിൽ, അല്ലെങ്കിൽ ഇലക്ട്രിക് കമ്പനിയൊക്കെ ഇതിന് വേണേ. ഈ ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒന്നും കൂടി പറയണത് മൾട്ടിനാഷണൽ പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്നും പറയാറുണ്ട്. ഇത് പ്രൊഡ്യൂസിങ് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ലൈക്ക് ബൾബ്. ഇപ്പോൾ ഒരു കാറിൻ്റെ ഒരു ഇതാണെന്ന് വെക്കും. ഇപ്പോൾ കാറിൻ്റെ കമ്പനി ആണെങ്കിൽ വീലിന് ഒരു സെക്ഷൻ, അതിൻ്റെ ലൈറ്റിന് വേറെ സെക്ഷൻ, അങ്ങനെ ഓരോ സെക്ഷനും ഓരോ രീതിയിൽ ഇങ്ങനെ മാറ്റി കൊണ്ടുവന്നതിന് പറയുന്നതാണ് പ്രൊഡക്റ്റ് വൈ ഡിപ്പാർട്ട്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ബൈ പ്രൊഡക്ട്സ് ഓർ സർവീസസ് എന്ന് പറയുന്നത്. ഇതിനൊന്നും കൂടി പറയുന്നതാണ് മൾട്ടി ഫങ്ഷണൽ പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയും. ബിക്കോസ് ഈച്ച് പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ഓൾ ദ ഫങ്ഷനിങ് കൺസേണിങ് ഇറ്റ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇനി ഇതിപ്പോൾ പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 വീലർ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഓട്ടോമൊബൈൽ കമ്പനി ആണെങ്കിൽ 2 വീലർ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, 3 വീലർ, 4 വീലർ, ഹെവി മോട്ടോഴ്സ്, അങ്ങനെ ഓരോ പ്രൊഡക്റ്റിനെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ സൈക്കിളിന് ഒരു സെക്ഷൻ, അല്ലെങ്കിൽ ഒരു 2 വീലർ സ്കൂട്ടിക്ക് ഒരു സെക്ഷൻ, അങ്ങനെയൊക്കെ ഒരു അങ്ങനെ മാറ്റി. ഇപ്പോൾ മാരുതിയുടെ കമ്പനിയൊക്കെ ആണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ
ഓരോ കമ്പനീസാണ് എപ്പോഴും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈൽ അതൊക്കെയാണ് കൂടുതൽ എക്സാമ്പിളായിട്ട് വരിക. ഇതിൻ്റെ മെറിറ്റ് എന്ന് പറഞ്ഞത് ഈച്ച് പ്രൊഡക്റ്റ് ലൈൻ ഗെറ്റ് സ്പെഷ്യൽ അറ്റൻഷൻ ആയിട്ട് വിൽ ലീഡ് ടു പ്രൊഡ്യൂസ് സ്റ്റാൻഡർഡൈസേഷൻ. ഇപ്പോൾ ഓരോത്തിനായിട്ട് ഇപ്പോൾ ഒരു 2 വീലറിന് സെക്ഷൻ ആണെങ്കിൽ ആ 2 വീലറിലെ കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടുള്ളൂ. അപ്പോൾ എന്താണ് അവർക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പെർഫോമൻസ് ഈച്ച് യൂണിറ്റ് ക്യാൻ ബി മെഷേർഡ്. നമുക്ക് ഓരോ കാര്യങ്ങൾ അളക്കാൻ പറ്റും എന്തൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. കാരണം ഒരു കമ്പനിയിൽ കാറും നോക്കണം ബൈക്കും നോക്കണം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അത് പെർഫോം ചെയ്യുമ്പോൾ ഓരോ ഇത് മെഷർ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ കോർഡിനേഷൻ എളുപ്പമാണ്. പിന്നെ എന്താണ് ഹെൽപ്ഫുൾ ഫോർ ഡെവലപ്മെൻറ്റ് ഓവറോൾ മാനേജേഴ്സ്. എല്ലാ മാനേജേഴ്സിൻ്റെയും പെർഫോമൻസ് കാര്യങ്ങൾ ഓവറോൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതിലും ഡെമെറിറ്റ് ഉണ്ട്. ഇത് തന്നെയാണ് ഡിമെറിറ്റ്. കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകുമ്പോൾ എന്താണ് പ്രോബ്ലംസ് ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. പ്രോബ്ലംസ് ഉണ്ടാവണു. ദ യൂണിറ്റ് ഗ്രോത്ത് മച്ച് ഇറ്റ് വിൽ ബി ഡിക്റ്ററേറ്റ് മാനേജറിയൽ എഫിഷ്യൻസി. കുറേ കൂടുതലാവുമ്പോൾ മാനേജേഴ്സിന് അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. പല ഡിഫറെൻറ്റ് ഡിവിഷൻസ് ആയതുകൊണ്ട് ഇങ്ങനെ മാറ്റണമനുസരിച്ചിട്ട് എന്താണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട് എന്ന്. ഇതാണ് എന്തെന്ന് പറയുന്നത് പ്രോഡക്റ്റ് വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഇതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അതിൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മെട്രിക് സ്ട്രക്ചറാണ്. അതിൽ എന്താ പറയണതെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ പ്രോഡക്റ്റ് ഒരു മെട്രിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം സെയിം എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ സെയിം സെയിൽസ് പേഴ്സണൽ അല്ലെങ്കിൽ സെയിം ആയിട്ട് തന്നെ മാർക്കറ്റ് പ്ലേസിൽ വിൽക്കുന്നതിന് കുറേ പ്രൊഡക്ട്സ് ഇപ്പോൾ സോപ്പ് ആവാം അല്ലെങ്കിൽ ആ സോപ്പിൻ്റെ കമ്പനിയിൽ ഷാംപൂ ആവാം. അങ്ങനെ പല കാര്യങ്ങൾ സെയിം മാർക്കറ്റിൽ തന്നെ എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ മെട്രിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഡിവിഷൻ ഓഫ് യൂണിറ്റ് ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ്. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് പല വ്യത്യസ്തമായ പ്രൊഡക്ട്സ് എന്താ പറയുക പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രൊഡക്റ്റ് മാനേജർ ഹാവ് നോ ലൈൻ ഓഫ് അതോറിറ്റി. പ്രൊഡക്ഷന് ഒരു ലൈൻ ഓഫ് മറ്റുള്ളവരുടെ നിന്ന് കാര്യങ്ങളൊന്നും സ്വീകരിക്കേണ്ട. ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അക്കൗണ്ട് ദിസ് ഡിവിഷൻ ആൻഡ് പ്രൊഡക്റ്റ് മാനേജ് കെയർ ദ കൺട്രോൾ ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ്. ആ ഓർഗനൈസേഷന് ചീഫ് എക്സിക്യൂട്ടീവ് ആവും അവരുടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവുള്ളൂ. മറ്റുള്ളവരുടെ ഒന്നും കാര്യങ്ങളൊന്നും ഇൻസ്ട്രക്ഷൻസ് അതായത് സെയിം പ്രോഡക്റ്റ് സെയിം എന്താ പറയുക സെയിം എക്യുപ്മെൻറ്റ് കുറേ പ്രോഡക്ട്സിൻ്റെ അത് സെയിം രീതിയിൽ വിൽക്കുന്നതിനെ പറയുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് മെട്രിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.